ഇൻഡിക്കേറ്റർ ഇടാതെ റോഡിലേക്ക് കയറുകയും ദിശ മാറ്റുകയും ചെയ്യുന്ന മഹാന്മാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങളെങ്ങനെ റോഡിലേക്ക് കയറി വാഹനം സ്ലോ ആക്കി നിർത്തിയാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? പറന്നു പോകണമായിരിക്കും. അടുത്ത ആള് മറ്റുള്ള വാഹനങ്ങൾ റോഡിൽ വരുന്നുണ്ടെന്നുള്ളത് പരിഗണിക്കാതെ ഇങ്ങനെയാണോ തിരിയുന്നത്? നിങ്ങൾക്കൊക്കെ ആരാടോ ലൈസൻസ് തന്നത് എന്നേ ചോദിക്കാനുള്ളൂ. അടുത്തത് ഓട്ടോ ചേട്ടനാണ്. പുള്ളി നേരെ പോയിക്കൊണ്ടിരിക്കും, നമ്മളും പിറകിൽ പോകും. പുള്ളിക്ക് തിരിയാൻ സമയമാകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാതെ അങ്ങ് തിരിയും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയിക്കോണം. കാറിന് മുന്നിൽ പോകുന്ന ടിപ്പർ ഡ്രൈവറോടാണ്. നിങ്ങൾക്ക് നിർത്താൻ തോന്നുമ്പോൾ റോഡിൽ വാഹനം നിർത്തി തിരിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ വാഹനത്തിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് പ്രദർശിപ്പിക്കൂ സഹോദര. എങ്കിൽ മാത്രമല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ തിരിയാൻ പോവുകയാണെന്ന്. അടുത്തത് ലോഡ് കയറ്റിയ ഒരു ലോറിയാണ്. ഈ ഇടവഴിയിൽ നിന്നും ചുമ്മാ അങ്ങ് കയറി വരികയാണ്. ഇൻഡിക്കേറ്ററും ഇല്ല. ഡ്രൈവറുടെ കൂടെ സീറ്റിലിരിക്കുന്ന കിളിച്ചേട്ടാ, നിങ്ങൾ പുറത്തിറങ്ങി മറ്റുള്ള വാഹനങ്ങൾക്ക് കൈകൊണ്ട് സിഗ്നൽ കാണിക്കൂ, ഇങ്ങനെ ഒരു വലിയ വാഹനം റോഡിലേക്ക് കയറുന്നുണ്ടെന്നുള്ളത്. ഓട്ടോക്കാര് വട്ടം വയ്ക്കാൻ മിടുക്കന്മാരാണ്. വട്ടം വെച്ച് അവിടെ തന്നെ നിൽക്കും. നമ്മൾ വട്ടം ചുറ്റിപ്പോയിക്കണം. സ്കൂട്ടറിൽ ദൂരെ 2 പയ്യന്മാർ റോങ് സൈഡ് കയറി വരുന്നുണ്ട്. കയറി വന്നതോ പോട്ടെ, നിങ്ങൾക്ക് ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടൂടെ? സിഗ്നൽ വിട്ട് ഒരുപാട് വാഹനങ്ങൾ പിറകിൽ വരുന്നത് കാണുന്നില്ലേ? മുന്നിലൊരു ടി ജംഗ്ഷനാണ്. വലതുവശത്തെ റോഡിൽ നിന്നും സ്പീഡിലൊരു അണ്ണൻ സ്കൂട്ടറിൽ വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വന്നൂടെ? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് പുറകിലെ വാഹനങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അവസാനമായി ഓട്ടോറിക്ഷകളിലും ബൈക്കുകളിലും പിടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഫ്ലിക്കർ ലൈറ്റുകളാണ്. നിങ്ങളുടെ ബ്രേക്ക് ലൈറ്റിന്റെ സ്ഥാനത്ത് ഇത്തരം ലൈറ്റുകൾ പിടിപ്പിച്ചാൽ പുറകിലുള്ള ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതൊന്നും വലിയ പ്രശ്നമല്ലല്ലോ എന്ന് പറയുന്നവരോടും ഇൻഡിക്കേറ്റർ ഇടാതെ തിരിയുന്നവരോടും പട്ടി തെണ്ടികളെ ഇനി അമ്മയ്ക്ക് വിളിക്കൂട്ടോ.